ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം. ഗൈസ്, നമ്മളുടെ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് താഴത്തോട്ട് താഴത്തോട്ടൊന്ന് വീണ് താഴത്തോട്ടൊന്നും ഇതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ എൻട്രി വരുമോന്ന് നോക്കാം. ഇവിടെ വന്ന് മുട്ടിയിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചിട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ മാത്രമേ എൻട്രി എടുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എടുക്കില്ല. ഗൈസ്, നമ്മള് ഇവിടെയാണ് ഒരു എൻട്രി പ്ലാൻ ചെയ്തിരുന്നത്. ഇവിടുന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കും. ടാർഗറ്റ് ഇവിടെ വരും. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് നേരെ മേളിലോട്ട് പോയി. നമ്മുടെ ടാർഗറ്റ് നമ്മൾ എടുത്തില്ല, നമ്മുടെ ടാർഗറ്റിലും പോയി മേലോട്ട് പോയി. നമ്മൾ ഇവിടെ എൻട്രി എടുക്കണില്ല കേട്ടോ. എന്താ കാരണം, മാർക്കറ്റ് ഭയങ്കര അഗ്രസീവായിട്ട് വന്നേക്കണേ. പക്ഷെ ഇവിടുന്ന് റിജക്ഷൻ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എടുക്കാനുള്ളത് എന്തായാലും കഴിഞ്ഞ വരാം. എന്തായാലും ഇവിടെ ട്രേഡ് കഴിഞ്ഞ് വരാം. അല്ലെങ്കിൽ മാർക്കറ്റിൽ താഴത്തോട്ട് പോകണമെങ്കിൽ വേറെ എന്തെങ്കിലും എൻട്രീസ് ഉണ്ടെങ്കിൽ അപ്പോൾ വരാം. ഗൈസ്, നമ്മൾ പറഞ്ഞ ഏരിയയിൽ മാർക്കറ്റ് എത്തി. ഇവിടെ വന്ന് മുട്ടി മാർക്കറ്റ് റിയാക്ട് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്ത്. സ്റ്റോപ്പ് ലോസ് ഇത്ര ഉള്ളൂ, ഇതിൽ കാണിച്ചുതരാം. നമ്മൾ റിയാക്ട് ചെയ്ത് ഈ ഭാഗത്ത് വെച്ചെടുത്ത് നമുക്ക് കിട്ടിയിട്ട് 42 ഇട്ടേക്കണേ കേട്ടാ. സ്റ്റോപ്പ് ലോസ് നമ്മൾ 10 വെച്ചെടുക്കണേ. അത് മാർക്കറ്റ് ഇവിടെ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ എക്സിറ്റ് ആവും. 10 പോയിന്റ് ആയില്ലെങ്കിൽ മുമ്പ് എക്സിറ്റ് ആവില്ല. ഈ 10 പോയിന്റില് നമ്മൾ മാക്സിമം 10 പോയിന്റ് ഇട്ടിട്ട് ഇതാവുകയാണ്. നമ്മൾ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ഉണ്ടാ. വെയിറ്റ് ചെയ്യ. എന്തായാലും 42 എടുത്തിട്ട് ഇപ്പൊ 48 ഗൈസ്, നമ്മൾ എടുത്തോടുന്ന് മാർക്കറ്റില് നല്ലോണം അവിടെ നിന്ന് താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് 10 വരെ ക്യാപ്ചർ ആയി. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ അത്ര ആയി. അപ്പൊ നമ്മള് ഈ ട്രെയിലിൽ 0 റിസ്ക് ആക്കാൻ പോലെയാണ്. നമ്മൾ കോസ്റ്റ് കോസ്റ്റിൽ കഴിച്ച് കണ്ട അറിയാം. പമ്പാവണ നോക്കി 55, 56. നമ്മളിവിടെ മാർക്കറ്റ് എത്തി കഴിഞ്ഞാൽ ഒന്നിലെയും ട്രെയിൽ ചെയ്യും. നമ്മുടെ SL എടുത്ത് ട്രെയിൽ ചെയ്ത് വയ്ക്കും, മോഡിഫൈ ചെയ്ത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എക്സിറ്റ് ആവും. ഡയറക്റ്റ് എക്സിറ്റ് ആവാൻ ചാൻസ് കുറവാണ്. എന്നാലും ടാർഗറ്റ് അടിക്കുമ്പോൾ വരാം. നമ്മളിപ്പോൾ 0 റിസ്ക് ആണ് ട്രേഡിൽ കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമുക്ക് 0 പ്രോഫിറ്റ് ആൻഡ് 0 ലോസ് ആയിരിക്കും. വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇന്ന് ഈ ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും നമ്മൾ നിർത്തും. സ്റ്റോപ്പ് ലോസ് എന്തായാലും ലോസ് വരില്ല നമുക്ക്. നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ നിർത്തും. ടാർഗറ്റ് നിർത്തും. എന്തായാലും 12:30 ആവാറായി. ഉച്ച കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഭയങ്കര പാടാണ് ട്രേഡ് ചെയ്യാൻ. ഞാൻ ഉച്ച കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഒരു ട്രേഡിങ് കിട്ടാത്തപ്പോഴാണ് നോക്കുന്നത് എല്ലാ ട്രേഡിങ് എടുക്കണം ഉച്ച കഴിഞ്ഞിട്ട്. ഗൈസ്, നമ്മുടെ ഇൻസ്റ്റഗ്രാമില് സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ട്രേഡിങ്ങിന്റെ നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യാം. ടാർഗറ്റ് അടിക്കാൻ ചെറിയ പോയിന്റ്. ടാർഗറ്റ് അടിച്ചിട്ടില്ലല്ലോ. ടാർഗറ്റ് അടിച്ച് ഗൈസ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ പോണ്ടാവും. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ അടിയിലേക്ക് വെച്ചിട്ടാ. നമുക്കൊരു കുഴപ്പമില്ലാത്ത പോയിന്റ് കിട്ടും, പ്രോഫിറ്റ് കിട്ടും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ. ഇനി ബാക്കി മേലോട്ട് പോകണമെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ഇവിടെ ട്രെയിൽ സ്റ്റോപ്പ് അടിക്കട്ടെ, കുഴപ്പമില്ല. വെയിറ്റ് ചെയ്യാൻ എന്തായാലും. നമ്മളിപ്പോ ട്രെയിലുകളൊക്കെ ഉള്ളതെന്ന് അറിയാമോ? ട്രെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇവിടെ എക്സിറ്റ് ആവേണ്ട, നമുക്ക് ഇവിടെ എക്സിറ്റ് ആവേണ്ടി വരും. ചെറിയ പോയിന്റ് കുറച്ച് കിട്ടുള്ളൂ. അപ്പൊ ചില സമയത്ത് നമ്മൾ ട്രെയിൽ വയ്ക്കും. പിന്നെ മാർക്കറ്റ് ഇങ്ങനെയാണ് പോകും. മാർക്കറ്റ് ഇങ്ങനെയാണ് പോയിട്ട് നമ്മളപ്പോൾ ട്രെയിൽ ചെയ്ത് പിന്നെ കൊടുക്കണം. മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നല്ല പ്രോഫിറ്റ് ചില സമയത്ത് കിട്ടും, ചില സമയത്ത് നമുക്ക് ട്രെയിലിന്റെ ചെറിയൊരു പങ്ക് പോകും. അത്രേ ഉള്ളൂ. നമ്മുടെ ട്രെയിൽ സ്റ്റോപ്പിൽ ഹിറ്റായി. നമ്മള് മൊത്തം
15 പോയിന്റ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഏകദേശം 21 പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ ട്രെയിലർ ഷോപ്പിൽ സെറ്റായി. പിന്നെ മാർക്കറ്റ് ഇവിടെ നേരെ പോയിരിക്കും, നമ്മളത് നോക്കണില്ല. നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞ് എന്തായി അപ്പൊ ശരി. നമ്മൾ ഇനി ട്രേഡ് എടുക്കാനുള്ള ഒന്നാമത് എനിക്ക് പാടില്ല. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാറുള്ളത് വെച്ചാൽ വേറെ ട്രേഡ് ഒന്നും എടുത്തല്ലെങ്കിൽ ഞാൻ എടുക്കും. ഇന്ന് എനിക്ക് ട്രേഡ് ഞാൻ ട്രേഡ് എടുക്കാനുള്ള ഉച്ചയായിട്ട് എടുക്കാൻ ഞാൻ പാടാണ്. കുറെ മാർക്കറ്റിൽ കുറെ റേഞ്ചസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നല്ല ലിക്വിഡിറ്റി സെറ്റപ്പ് ട്രേഡ് ഒന്നാ എടുക്കും. അതിന് ചാൻസ് കുറവാണ്. അപ്പൊ ശരി എന്നാ, ഓക്കെ ബൈ.